നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ തന്ത്രി കണ്ഠര് രാജീവർക്ക് കോടതി ജാമ്യം അനുവദിച്ചതോടെ കേരളം കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്ന് ഇപ്പോൾ പുതിയ ദിശയിലേക്ക് നീങ്ങുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം SIT വലിയ ആവേശത്തോടെയും കരുതലോടെയുമാണ് തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രത്യേക അന്വേഷണ സംഘം SIT വലിയ ആവേശത്തോടെയും കരുതലോടെയുമാണ് തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഈ അന്വേഷണ സംഘം സ്വർണ്ണക്കവർച്ചയിൽ തന്ത്രിക്ക് നേരിട്ട പങ്കുണ്ടെന്ന ഉറച്ച നിലപാടിലായിരുന്നു. എന്നാൽ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദങ്ങൾ പോലും പലതും ദുർബലമാണെന്ന് വിലയിരുത്തപ്പെട്ടു. 41 ദിവസത്തെ നീണ്ട ജയിൽവാസത്തിന് ശേഷം തന്ത്രി പുറത്തിറങ്ങുമ്പോൾ അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യത ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. കിലോ കണക്കിന് സ്വർണം എങ്ങോട്ട് പോയി എന്ന ചോദ്യമാണ്. ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന സ്വർണ്ണാഭരണങ്ങളിൽ വലിയ തോതിലുള്ള കുറവ് കണ്ടെത്തിയെന്ന് SIT അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ആ സ്വർണം എവിടെയാണെന്നോ ആർക്കാണ് കൈമാറിയതെന്നോ കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. തന്ത്രിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും തെളിവുകളുണ്ടെന്ന് ആവർത്തിക്കുകയും ചെയ്തിട്ടും നിയമപരമായിട്ട് അത് കോടതിയിൽ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടത് SITയുടെ വലിയ വീഴ്ചയായിട്ട് ഇവിടെ കണക്കാക്കപ്പെടുന്നു. സ്വർണത്തിൻ്റെ ഉറവിടമോ അത് കടത്തിയ വഴികളോ വ്യക്തമാക്കാൻ കഴിയാത്തത് അന്വേഷണം വഴിമുട്ടിയതിൻ്റെ തെളിവാണെന്ന് നിയമവിദഗ്ധരും ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. തന്ത്രി കണ്ഠര് രാജീവർ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുകയാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സർക്കാരുമായി തന്ത്രി നേരത്തെ പുലർത്തിയിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ അറസ്റ്റിലേക്ക് നയിച്ചതെന്ന ഗൗരവകരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ആചാരങ്ങൾ സംരക്ഷിക്കാൻ നിലകൊണ്ടതിലുള്ള വൈരാഗ്യം മൂലം ഭരണകൂടവും പോലീസിലെ ഉന്നതരും ചേർന്ന് തന്നെ വേട്ടയാടുകയായിരുന്നുവെന്ന് തന്ത്രി കോടതിയെ അറിയിച്ചു. ഈ വാദങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കൊല്ലം വിജിലൻസ് കോടതി അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രിക്ക് പങ്കുണ്ട് എന്നതിന് പ്രഥമദൃഷ്ടിയ തെളിവുകളില്ലെന്ന കോടതിയുടെ നിരീക്ഷണം സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറി. തന്ത്രിയുടെ മോചനത്തിന് പിന്നാലെ വരാനിരിക്കുന്ന വെളിപ്പെടുത്തലുകളെക്കുറിച്ചുള്ള ആശങ്ക ഭരണസിരാ കേന്ദ്രങ്ങളിൽ പുകയുന്നുണ്ട്. ശബരിമലയിലെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിലും ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലും അഗാധമായ അറിവുള്ള തന്ത്രി കേസ് നടന്ന സമയത്തെ പല അണിയറ നീക്കങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്ന് സൂചനയുണ്ട്. മുൻ മന്ത്രിമാരുടെയൊക്കെ തന്നെ ഇതിലെ ഇടപെടലുകളും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം തന്നെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് ശ്രമിച്ച രീതികളും അദ്ദേഹം വെളിപ്പെടുത്തിയേക്കും. ഒരു ആചാര്യൻ എന്ന നിലയിൽ തന്നെ അനാവശ്യമായിട്ട് അപമാനിച്ചതിനെതിരെ ശക്തമായ നിയമ പോരാട്ടത്തിന് തന്ത്രി കുടുംബം ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി തന്നെ മാറുന്നതായിരിക്കും. അറസ്റ്റ് നടന്ന സമയത്ത് മൗനം പാലിച്ചിരുന്ന പ്രതിപക്ഷം കോടതി വിധിക്ക് പിന്നാലെ സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. തന്ത്രിക്കെതിരായ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്കെന്ന് അവർ വാദിക്കുന്നു. അതേസമയം വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നതെന്ന് ഇപ്പോഴും ആവർത്തിക്കുന്ന SIT ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതിനെക്കുറിച്ച് ഗൗരവമായി തന്നെ ഇപ്പോൾ ആലോചിക്കുകയാണ്. എന്നാൽ തന്ത്രിയെ വീണ്ടും വേട്ടയാടുന്നുവെന്ന പൊതുവികാരം വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുന്നത് അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുമെന്ന രാഷ്ട്രീയ വിലയിരുത്തലിൽ അപ്പീൽ നീക്കത്തിൽ നിന്ന് അന്വേഷണ സംഘം ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിൻ്റെ ഈ ഒരു മനംമാറ്റം അത് വലിയ നാടകത്തിൻ്റെ ഭാഗമാണെന്ന സംശയം ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ശക്തമായി കഴിഞ്ഞു. ഇവിടെ ആരെ സംരക്ഷിക്കാനാണ് ഈ കള്ളക്കളി നടന്നതെന്നും വിശ്വാസികളുടെ വികാരത്തെ എന്തിനാണ് ഇത്തരത്തിൽ വ്രണപ്പെടുത്തിയതെന്നും വരും ദിവസങ്ങളിൽ സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഒരു വലിയ ആചാര്യനെ തെളിവുകളില്ലാതെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചുവെന്ന ബോധ്യം വിശ്വാസികളിൽ ഉറച്ചാൽ അത് മുഖ്യമന്ത്രിയുടെ കസേരയ്ക്ക് പോലും ഭീഷണിയായേക്കാമെന്ന വിധത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പോലും വഴിയൊരുക്കിയേക്കാം. തന്ത്രിയുടെ വരാനിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു കൊടുങ്കാറ്റായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.